ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടേക്കുന്നില്ല ഏറ്റവും വലിയ ബോക്സ് ഓപ്പണിംഗ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന 2 ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് ആണ്. ഇതാണ് കിയോസ് റൈസിംഗ് എന്ന് പേരുള്ള ഇംഗ്ലീഷ് പോക്കിമോൺ സെറ്റിന്റെ ജാപ്പനീസ് ബൂസ്റ്റർ ബോക്സ് ആയിട്ടുള്ള നിഞ്ച സ്പിന്നർ, ആൻഡ് ഇതാണ് പിച്ച് ബ്ലാക്ക് എന്ന് പേരുള്ള പോക്കിമോൺ ഇംഗ്ലീഷിലെ ഏറ്റവും ലേറ്റസ്റ്റ് സെറ്റിന്റെ ജാപ്പനീസ് ബോക്സ് ആയ അബിസ് ഐ. ഇപ്പൊ നമ്മുടെ TCG കളക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ചോദിക്കും, ബ്രോ ഇത്രയും നാൾ ഇംഗ്ലീഷ് അല്ലേ തുറന്ന് എന്തുകൊണ്ടാണ് ജാപ്പനീസിലേക്ക് മാറിയെന്ന്. കാരണമുണ്ട്. ഇംഗ്ലീഷിൽ ഞാൻ ആകെ 2 പെട്ടിയാണ് തുറന്നിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ ഫാന്റാസ്മൽ ഫ്ലെയിംസിന്റെ ETBയും ഒന്ന് നമ്മുടെ ബ്ലാക്ക് ബോൾട്ടിന്റെ ETBയും. ബാക്കി എന്റെ കയ്യിലിരിക്കുന്ന എല്ലാ കാർഡ്സും ഞാൻ സിംഗിൾസ് മേടിച്ചിട്ട് ആണ് സെറ്റുകൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിലൊരു രസമില്ലാത്ത പോലെ ജീവിതത്തിൽ ഗാംബിൾ ചെയ്യാനായിട്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഇതേ ഈ 2 പെട്ടിയും മേടിച്ചേക്കുന്നത്. 10,000 രൂപ പോയി ഓരോന്നിനും, ഒരെണ്ണത്തിനല്ല ഓരോന്നിനും. then again ജാപ്പനീസ് സെറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനും എളുപ്പമുണ്ട്. കാരണം കുറെ സെറ്റിലൊന്നും റിവേഴ്സ് ഓളോസും ഇല്ല, എല്ലാത്തിനും സിംഗിൾ കാർഡുകളുള്ളൂ. ഓരോ സെറ്റിൽ ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്ന 80 കാർഡ്സ്, ഇതിലൊരു 90 കാർഡ്സ് അത്ര എങ്ങാണ്ട് വെച്ചിട്ടേ ഉള്ളൂ. സോ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും. പ്ലസ് കാർഡ്സിന് ഇംഗ്ലീഷിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും വില കുറവാണ്. സോ എൻ്റെ പൈസ അധികം കൂടുതൽ പൊട്ടാണ്ടിരിക്കും. പിന്നെ ജാപ്പനീസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ബോക്സ് തുറക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പാക്ക് തുറക്കുന്നതിൻ്റെ ഒരു രസം വേറെയാണ്. മറ്റ് സിംഗിൾസ് മേടിക്കുമ്പോൾ നമുക്ക് കാർഡ് കിട്ടും, പക്ഷേ ഒരു രസമില്ല. ജീവിതത്തിൽ ഗാമ്പിൾ ചെയ്യണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആരും ഈ പരിപാടി ചേരുന്നതാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം നല്ല രീതിയിൽ പൈസ പൊട്ടും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ചെയ്യണം. പക്ഷെ 10,000 രൂപ വെച്ച് പൊട്ടിക്കാനായിട്ടില്ലെങ്കിൽ ഞാനൊരു ഗൂഗിൾ ഫോം താഴെ ഇടാം. റിപ്പൻ ഷിപ്പ് പോലെ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഓരോ ബോക്സിൻ്റെ അകത്തും 30 പാക്ക് വീതമുണ്ട്. ഓരോ പാക്കിനകത്തും 5 കാർഡുകളാണുള്ളത്. ജാപ്പനീസിൻ്റെ അകത്ത് ലൂസ് പാക്സ് മേടിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണിത്തേക്കും താഴെ ഞാനൊരു ഗൂഗിൾ ഡോക്ക് ഫോം ഇട്ടേക്കാം. അതിൻ്റെ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് അറിയിക്കുക. 30 പാക്കും ആരെങ്കിലുമൊക്കെ ലൈക്ക് ഇൻട്രസ്റ്റ് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പേയ്മെൻറ്റ് സംഭവങ്ങളെല്ലാം വെച്ചിട്ട് ആൻഡ് ബോക്സ് മേടിച്ചിട്ട് തുറന്നിട്ട് നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരിക. അതാണ് റിപ്പ് ആൻഡ് ഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവം ഞാൻ ചെറുതായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും പൈസ പൊട്ടത്തുമില്ല, എനിക്കാണെങ്കിൽ പാക്ക് തുറക്കുന്നതിൻ്റെ ഒരു സന്തോഷം കിട്ടുകയും ചെയ്യും. ആൻഡ് വീണ്ടും ഭയങ്കര വലിയ പ്രോഫിറ്റ്, വലിയ പൈസക്കാരനാവാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, ഒരു രസത്തിന് വേണ്ടി, എൻ്റെ ഒരു അസുഖം മാറാനായിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരാണെത്തേക്കും താഴെ കമൻറ്റിൽ പിന്നെ ചെയ്തിട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ ദേ ഇരിക്കുന്ന നമ്മുടെ 2 ബോക്സസ് തുറക്കാനായിട്ടുള്ളത്. ഇത് 2 ബോക്സ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ബോക്സ് ബാറ്റിലും കൂടെ ചെയ്യാം. ഞാൻ എന്നെ കൊടുത്തേക്കുന്ന പൈസ എല്ലാം മേളിൽ ഇട്ടേക്കാം. പ്ലസ് നമുക്ക് ഓരോ ബോക്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂസും ഞാൻ മേളിൽ വെച്ചേക്കാട്ടോ. ഒരു 90% ചാൻസ് ഉണ്ട് നമുക്ക് ഇതിൽ നിന്ന് പൈസ പോകാനായിട്ട്. ആൻഡ് ഒരു 10% ചാൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഗാമ്പിൾ ചെയ്യുന്നത്. പേഴ്സണൽ ചേസസ് എനിക്ക് കിയോസ് റൈസിംഗിൻ്റെ അകത്തുള്ളത് ചെസ്പിന്റെ ഒരു AR കാർഡ് ഉണ്ട്. ആൻഡ് നമുക്ക് ഫ്രോഗഡിയർ, ഈ 2 കാർഡുകളാണ് എൻ്റെ പേഴ്സണൽ ചേസസ് ഈ ഒരു സെറ്റിൻ്റെ അകത്ത്. SAR കിട്ടിയാലാണ് പൈസ തിരിച്ചിട്ടുള്ളൂ, അത് വേറെ കാര്യമുണ്ട്. പക്ഷേ ഇറ്റ്സ് ഫൈൻ, നമ്മൾ ഒരു എന്റർടൈൻമെന്റ് വേണ്ട ജീവിതത്തിൽ. ആൻഡ് അബിസൈൻ്റെ അകത്തുള്ള എൻ്റെ പേഴ്സണൽ ചേസസ് അമറോഗും ഗോൾഡിന്റെയും AR കാർഡുകളാണ്. ആൻഡ് വീഡിയോ അതേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ സെറ്റിൽ ആര് ജയിക്കൂ എന്നാണ് തോന്നുന്നത് നമ്മുടെ ബോക്സ് ബാറ്റിലിൽ എന്നുള്ള താഴെ കമന്റ് ചെയ്യാണ്ട് മറക്കരുത് കേട്ടോ. ആൻഡ് നമ്മുടെ പേഴ്സണൽ ചേസസ് കിട്ടുമോ എന്നുള്ളതും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അപ്പൊ നേരെ നിഞ്ച സ്പിന്നർ വെച്ചിട്ട് തുടങ്ങാം. ലെറ്റ്സ് ഗോ. ആൻഡ് ഇപ്പോഴത്തേക്കും നമുക്ക് പാക്ക് ഓൾട്ടർ ചെയ്ത് തുറക്കാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തുറക്കാം. നമ്മൾ തുറക്കുന്ന ജാപ്പനീസ് ബോക്സ് ആയ കാരണം കൊണ്ട് തന്നെ പോക്കിമോന്റെ പേരൊക്കെ ഞാൻ ചിലപ്പോൾ വായിച്ചില്ല എന്നിരിക്കും. കാരണം ഈ പുതിയ ജനറേഷൻ സാധനങ്ങളെ കുറെ എണ്ണത്തിനൊന്നും എനിക്ക് അറിയത്തില്ല. സോ മാമിനോടൊന്നും തോന്നരുത്. സ്റ്റാർട്ടിങ് ഓഫ് ഫ്ലാഫിൾ എന്നെങ്ങാണ്ടാണ് ഇതിന്റെ പേര്. ഇത് കാർണിവൈനാണ്. ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹൂ ദാറ്റ് ഈസ്. നൈസ് ഒരു സ്റ്റാർട്ട്. ഫസ്റ്റ് പാക്ക് മാജിക് ആണെന്ന് തോന്നുന്നു. ഇതൊരു ഗോർഖൈസ്റ്റ് EX ആണ്. നമുക്കൊരു SAR കിട്ടണം, എന്നാലാണ് നമ്മൾ കൊടുത്ത പൈസ തിരിച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഗുഡ് സ്റ്റാർട്ട്, നോട്ട് ബാഡ്. അടുത്തത് നമുക്കൊരു അബിസ് ഐ തുറക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് എക്സ്ട്രാസ് കിട്ടാണ്ടിരുന്നാൽ മതി. നമുക്ക് സെറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഇത് കണ്ട് ഈ താഴെ കാണിക്കുന്ന നമ്പർ കണ്ടോ, അത് 81 കാർഡ് ഉണ്ട് ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഹോപ്പ്ഫുള്ളി നമുക്കൊരു ഫുൾ സെറ്റ് ഇതിനകത്ത് തീരും കേട്ടോ. കിയോസ് റൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 83 കാർഡുകളുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ AR ആണ് കേട്ടോ വേണ്ടത്. കക്കൂണ ഇതിനെനിക്കറിയാലോ. ഒരു ഹോളോ ആൻഡ് ടോറസ് മാനട്രിക്കോ അങ്ങനെ എന്താണ്ടല്ലേ എൻ്റെ പേര്. ഓക്കെ, വീണ്ടും നമ്മൾ പറഞ്ഞല്ലോ ഇത് കംപ്ലീറ്റ്ലി ഒരു ഗാമ്പിൾ ആണ്. ഹോപ്പിംഗ് ദാറ്റ് വി ഹിറ്റ് ദി SAR. ഈ SARകൾ അല്ലാണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാർഡുകളില്ല. ഒരിക്കലും ആ 10,000 രൂപ നമുക്ക് തിരിച്ച് റീകൂപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ആ ഒരു 1% ചാൻസ്, അതാണ് നമ്മൾ എല്ലാവരും ചേസ് ചെയ്യുന്നത്, അറിയോ.
വി ഹാവ് എ ഡ്രിൽബർ. ഞാൻ ആക്ച്വലി പേര് നോക്കി വായിക്കാട്ടോ, അതായിരിക്കും നല്ലത്. പോൾച്ചഗൈസ്റ്റ് ഷുപെറ്റ്. another EX. നമുക്ക് രണ്ടാമത്തെ EX ആണ് കിട്ടിയേക്കുന്നത് ഫ്രം അബിസ് ഐ. ഇതൊരു സെറോറ EX ആണ്. ഇതിന്റെയും ആർട്ട് കാർഡ് ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അതിന് നല്ല വിലയാണ് ബൈ ദ വേ ആർട്ട് കാർഡിന്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഒരു അനൈലൈപ്പ് ആണ്. ഇതുവരെ നമുക്ക് എക്സ്ട്രാസ് ഒന്നും കിട്ടിയിട്ടില്ല, സോ ഐ എം പ്രിറ്റി ഹാപ്പി. നിഞ്ച സ്പിന്നറിന്റെ അകത്ത് ഫസ്റ്റ് പാക്കിൽ തന്നെ നമുക്ക് സാധനം കിട്ടിയടേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ അകത്ത് ഇനിയും ഉണ്ടാവുമോ? വി നെവർ നോ. അതാണ് പ്രശ്നം. ഇത്രയും ബാക്കുകളുണ്ട് തുറക്കാൻ. വി ഹാവ് എ വീഡിൽ, ഒരു ഫ്രോഗഡിയർ, അതിനെ ആർട്ട് കാർഡ് കിട്ടിയാൽ കൊള്ളായിരുന്നു കേട്ടോ. ഒരു ക്വിൽഫിഷ്, ഒരു ഹോളോ, ഏറ്റവും അവസാനത്തെ കാർഡ് ഇതിനകത്ത് മെറ്റൽ ഉണ്ട്, എന്താണ്ട് ഒരു എനർജിയാണ് ഈ സാധനം. ആൻഡ് ഒരു ക്ലേഡോൾ, ഒരു പിക്കിപെക്, ഒരു സ്ലോപുക്ക്, ഒരു ഷീൽഡോൺ. അടുത്തൊരു EX ഡാർക്ക് റോയൽ. ഇത് ആണ്, ഇവനാണ് നമ്മുടെ ഈ അബിസൈന്റെ മെയിൻ അണ്ണ. ഇവനാണ് ഏറ്റവും ആൾക്കാരെ ചേസ് ചെയ്യുന്ന സാധനം. ഇവന്റെ ആണ് SAR എല്ലാം ഉള്ളത്. 35,000 രൂപയെങ്ങാണ്ട് ഇതിന്റെ SARന് വില. പക്ഷെ നമുക്ക് കിട്ടിയെന്ന് ഇതിന്റെ നോർമൽ EX കാർഡാണ്. കെയോസ് റൈസിംഗിൽ ഇപ്പോഴും നമുക്ക് നോർമൽ EXs ഒന്നും കിട്ടിയിട്ടില്ല. അതെന്താണോ? ലാസ്റ്റ് കാർഡ് ഒരു റെലിക്കാന്താണ്. ഓക്കെ, പറഞ്ഞാൽ നമ്മൾ റിപ്പൻഷിപ്പ് ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, ചെയ്യുമ്പോഴും നല്ല ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ആയിരിക്കും പ്രോബബ്ലി ലൈവ് ഇട്ടിട്ട്, ഇവിടെ തന്നെ യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ട് നിങ്ങളുടെ പേരെല്ലാം വെച്ചിട്ട് സ്ലോട്ടൊക്കെ ചെയ്ത് 30 സെറ്റായിട്ട് പാക്ക് തുറന്നിട്ട് ഓരോരുത്തരുടെ പേരിലുള്ള സാധനം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരിക. അങ്ങനെയാണ് പ്ലാൻ. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാനും അങ്ങനെയാണ് പ്ലാൻ. ആദ്യമായിട്ടായിരിക്കും ചെയ്യുവാണെങ്കിൽ. ചെസ്പിൻ, ഇതിൻ്റെ AR ആണ് എനിക്ക് ആക്ച്വലി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഒരു വൾപിക്സ്, ഇതൊരു സ്റ്റങ്കി. ആൻഡ് നമ്മുടെ ഫസ്റ്റ് EX കെയോസ് റൈസിങ്ങിൻ്റെ അകത്തുള്ളത് ഒരു ഗോർഹൈസ്റ്റ്. നമുക്ക് ഈ കിട്ടിയ ARൻ്റെ നോർമൽ EX വേരിയൻ്റ് ആണ് കിട്ടിയത്. ഫസ്റ്റ് EX ആണ് നമുക്ക് കെയോസ് റൈസിങ് കിട്ടിയത്. ആൻഡ് ഒരു 9 Tails ആണ് നമ്മുടെ ലാസ്റ്റ് കാർഡ്. ഇതിൻ്റെ അകത്തുള്ള കുറേ പോക്കിമോൺ എനിക്ക് പിന്നെ അറിയാം കേട്ടോ, കാരണം ഇതിൻ്റെ ഇംഗ്ലീഷ് സെറ്റ് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക് ടു അബിസ് ഐ. ഒരു ചാർജ് ബഗ്, സ്കാർമറി, ഇങ്കെ, ഒരു ഫുൾ ആർട്ട് ട്രെയിനർ. വീണ്ടും നമുക്കുള്ളൂ ഇങ്ങനത്തെ കാർഡുകൾ കാണുമ്പോൾ പേടി എന്താണെന്നറിയോ? ഈ ഒറ്റ കാർഡായിരുന്നു ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു പേടി. ഇത് ഗ്ലാഡിയോൺസ് ഷോ ഡൗൺ എന്ന് പറഞ്ഞൊരു കാർഡാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ബാഡ്. പക്ഷെ നമ്മുടെ ബോക്സിൻ്റെ 10-1 വില പോലും ഈ ഒരു കാർഡിന് ഇല്ല. ആൻഡ് നമ്മുടെ ലാസ്റ്റ് കാർഡ് ഇസ് ഗോയിങ് ടു ബി എ കൊറൈഡോൺ, ഒരു ഫാൻറ്റം, മെറീപ്പ്, ഒരു ക്വിലിഡിൻ, ഫിലിപ്പേ, അടുത്തൊരു ഡിയോക്സിസ്. വീണ്ടും ഇപ്പോഴും നമ്മൾ എക്സ്ട്രാസ് ഒന്നും കണ്ടിട്ടില്ല ഭാഗ്യത്തിന്. ഹോപ്പ്ഫുള്ളി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഒരു സെറ്റ് ഒരു ബോക്സിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിലാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. ഒരു പോൾച്ചഗൈസ്റ്റ്, വീണ്ടും ആദ്യമായിട്ട് നമുക്കൊരു എക്സ്ട്രാ കിട്ടിയേക്കുന്നുണ്ട് ഈ ഒരു സാധനം. അടുത്ത എക്സ്ട്രാ ഒരു ലാംപന്റ്, വള്ളബി, അടുത്തൊരു AR. ദാറ്റ്സ് കൂൾ. ഒരു തീവുൾ കാർഡാണ്, പക്ഷെ വീണ്ടും ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് കോസ്റ്റ്ലി, ബട്ട് AR ആണ്. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ആൻഡ് ഒരു മിറൈഡോൺ. കഴിഞ്ഞാണ് നമുക്ക് കൊറൈഡോൺ അല്ലേ കിട്ടിയത്. സോ ഇപ്പോഴത്തേക്ക് നമുക്ക് 2 ആർട്ടുകൾ കിട്ടിയായിരുന്നു ഫ്രോം അബിസ് ഐ. ആൻഡ് ഒരെണ്ണമാണ് നമുക്ക് നിഞ്ച സ്പിന്നറിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നോട്ട് ബാഡ്. വാല്യൂ വൈസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ലീഡിങ് ഐ എം ഗെസ്സിങ് ഇറ്റ്സ് അബിസ് ഐ. മേളിൽ ഞാൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ പിന്നെ ഹിറ്റ്സിന്റെ മാത്രമാണ് വാല്യൂ കൂട്ടുന്നുള്ളൂ. കോമൺസിന് ഇതിൻ്റെ അകത്ത് അങ്ങനെ വാല്യൂ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. വീണ്ടും ആ 10,000 എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അൺലെസ് വി ഹിറ്റ് an SAR. സുബാറ്റ്, ബർഗ്മൈറ്റ്, ലിറ്റ്ലിയോ. എനിക്കിതും ഭയങ്കരമായിട്ട് വേണമെന്നുള്ള കാർഡായിരുന്നു കേട്ടോ. ഇതൊരു സ്ലിഗു AR ആണ് ഫ്രോം നിഞ്ച സ്പിന്നർ. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഇത് കണ്ടോ, ഇങ്ങറ്റത്തൊരു പിക്കാച്ച് ഇരിക്കുന്നുണ്ടോ? അത് പിക്കച്ചു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ അത് പിക്കച്ചു ആവാൻ ചാൻസ് ഇല്ല, അത് വേറെ എന്തോ പോലെ ഇരിക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വൺ ഓഫ് ദോസ് കാർഡ്സ് ഐ ആക്ച്വലി വാണ്ടഡ്. നമ്മുടെ ചേസ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നെങ്കിലും എനിക്കത് വേണമെന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഒരു സുഡോ വുഡോ ആണ് ഇത്. എൻ്റെ മനസ്സിലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പൈസ കൊടുക്കുന്ന ഈ സാധനം തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയാണ് ഈ പൈസ കൊടുക്കുന്നത്. ഇതിൻ്റെ സത്യം പറയാമല്ലോ, ഈ 10,000 രൂപ ഒരിക്കലും എനിക്ക് ഇതിന് തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. ബട്ട് ആ ഒരു ഫൺ, അതിന് ഫണ്ടിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന 20,000 രൂപയുടെ അറിയോ? ആന്റിക് സ്കൾ ഫോസിൽ. വീണ്ടും ഒരു എക്സ്ട്രാ ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് സെന്റിസ്കോച്ചോ എന്തായിരുന്നു ഇതിന്റെ പേര്? അല്ല, സെന്റിസ്കോച്ചിന്റെ എവല്യൂഷൻ ആണ്. ഇത് സിസ്ലിപീഡ് ആണ്. ഓക്കെ, നേരത്തെ കണ്ട അവന്റെ എവല്യൂഷൻ. ബാനറ്റ്, റസ്റ്റ് സിൻഡിക്കേറ്റ്, ഗ്രണ്ട്, സ്ക്രെൽപ്പ്, ഇമോൾഗ. അടുത്ത ഒരു AR ഇത്തവണ പക്ഷേ മറ്റേ എനർജി സ്വാപ്പോ എനർജി സ്വിച്ചോ ആ സാധനമല്ലേ ഇത്? എനർജി റിട്രീവൽ, അതാണ് ഈ സാധനം. ആൻഡ് ഒരു അവലോഗ്. ഇതുവരെയുള്ള നമ്മുടെ ഹിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അബിസ് ഐന്ന് കിട്ടിയേക്കുന്നത്
ഈ 3 ആർട്ടുകളാണ്. പ്ലസ് ഒരു 3 EXും കിട്ടിയിട്ടുണ്ട്. ഇപ്പർ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ആർട്ടാണ് കിട്ടിയിട്ടുള്ളൂ. ഗോർജ് ഹൈസ്റ്റും ഈ ഒരു എനർജി റിട്രീവലും കിട്ടി, പിന്നെ ഈ ഒരു EXും അത്ര സെറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഓ നോ, നിഞ്ച സ്പിന്നർ തോക്കുവാണ് കേട്ടോ. ബാക്ക് ടു അബിസൈ, ലെറ്റ്സ് ഗോ. ഒരു ബ്രോൺസോർ, ഒരു നിക്കിറ്റ്, നേരത്തെ കിട്ടിയെന്നു ചാർജ് ബഗ്. ഓ, നമ്മുടെ ഫസ്റ്റ് ഹോളോ ആണെന്ന് തോന്നുന്നു കേട്ടോ അബിസൈൻ്റെ അകത്തെ. ഒരു പ്രിമറീന ആൻഡ് ഒരു ഡെൽമീസ്. വീണ്ടും ഒരു കക്കൂണ, ഒരു പാട്രാറ്റ്, ഫ്രോക്കി. ഓ നൈസ്. ഒരു ഹോളോ, ഒരു ഡെൽഫോക്സ് കാർഡാണ് ആൻഡ് ഒരു ഫെറോത്തോൺ. പകുതി വഴി പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഓൾറെഡി നമുക്ക് കുറച്ച് ARസും സാധനങ്ങളെല്ലാം ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തോരം ബാക്കി കിടക്കുന്നതെന്ന് അറിയോ? ഓ നോ, ഒരു SAR, ഒരു ഡാർക്ക് റൈയോ, ഒരു ഗോൾഡ് ഡാർക്ക് റൈയോ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു നമ്മുടെ ഗ്രനിഞ്ചയോ, ഗോൾഡ് ഗ്രനിഞ്ചയോ. അധികമൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. ചെറിയ സാധനങ്ങളല്ലേ ചോദിച്ചോളൂ, തരാൻ പാടില്ല എനിക്ക്. സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് മാൻകി, ഒരു ബോംബർഡിയർ, ഒരു ഷീൽഡ് ഓൺ, വീണ്ടും എക്സ്ട്രാ തന്നെയാണ്. ഒരു സിനിസ്റ്റ ആൻഡ് മിസ്റ്റീസ് സ്പിരിറ്റ്, വീണ്ടും ഒരു കാർണിവൈൻ, ഒരു ഫെനക്കിൻ, ബെൽഡം, ഇത് മറ്റേ പ്രിസം ടവറോ എങ്ങാണ്ടല്ലേ, ആൻഡ് വീണ്ടും ഒരു ഡിയോക്സിസ്. ഫ്രണ്ടിലോട്ട് പോകുന്തോറും വിഷമമായിക്കൊണ്ടിരിക്കുകയുള്ളൂ ദൈവമേ, എന്താണാവും? ഐ വണ്ടർ. ഒരു ഫിനിസൻ, ജിങ്ക്സ്, മാസിഫ്, ഐ തിങ്ക് സ്പിരിറ്റ് ബോംബ് അല്ലേ ഇത്, ആണെന്ന് തോന്നുന്നു. ആൻഡ് വീണ്ടും മിസ്റ്റി സ്പിരിറ്റ്, എസ്പർ, വീഡിൽ, ഡോൺ ഫൺ, ബിഗ് ഹോൾ നെറ്റ് ആൻഡ് ഗാർബഡോർ. ഓ നോ. എബിസൈ സ്റ്റാർട്ടിംഗ് വിത്ത് മാൻകി അഗൈൻ. ഇത്തവണ നമുക്ക് സെറ്റ് കുറച്ച് കിട്ടി. ബോംബർഡിയർ കാർഡ് തന്നെ, സ്ലോ ബ്രോ, ആൻഡ് വീണ്ടും ഒരു എക്സ്ട്രാ ഡാമേജ്, ഒരു എമ, ബർഗ്മൈറ്റ്, ബ്രേക്സിൻ, ഗോൾ ബാറ്റ് ആൻഡ് എടാ നമ്മുടെ ചേസ് സെറ്റ്. വീണ്ടും ഭയങ്കര വിലയുള്ള കാർഡൊന്നും അല്ല, പക്ഷേ എനിക്കിത് വേണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കണക്റ്റഡ് ആർട്ടുണ്ട്. ഇതും ഇതിൻ്റെ ഫ്രോക്കിയും ഇതിൻ്റെ ഗ്രനിഞ്ചയും കൂടെ 3 പേരും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഒരു കണക്റ്റഡ് ആർട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രോക്കി നമുക്ക് പിന്നെയും മേടിക്കാൻ പറ്റുന്ന സാധനമാണ്, പക്ഷേ ഗ്രനിഞ്ചയ്ക്ക് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് അത് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. That looks so cool. ഇപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ നിഞ്ച സ്പിന്നറാണ് വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം ആർട്ടിന്റെ എണ്ണം 2 സ്ഥലത്ത് ഈക്വൽ അല്ല, പക്ഷേ നമ്മുടെ പേഴ്സണൽ ടേസ്റ്റ് പുള്ള് ചെയ്തു. സോ ഐ എം ഹാപ്പി. ഒരു ഫൊമാൻറ്റിസ്, വെയിൽമർ, ഓൾസോ മറ്റേ മാനട്രിക് അല്ല കേട്ടോ, ഇലക്ട്രിക് ആണ് കേട്ടോ, അതിന്റെ എവല്യൂഷൻ ആണ് കേട്ടോ മറ്റേ സാധനം. ഒരു ചിയു ആൻഡ് ഒരു ഡാർക്ക് ബെൽ, വീണ്ടും ഒരു ഫിലിപ്പെ, മൊറൈഡ്, ഫെറോസീഡ്, മെറീപ്പ് ആൻഡ് ഡിയോക്സിസ്. ദൈവമേ എത്ര ബാക്കായിട്ട് നമ്മൾ തുറക്കുന്നു, സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടിയില്ല. ഒരു വീക്കവോൾട്ട്, ക്രെയിനിഡോസ്, നിക്കിറ്റ് അഗൈൻ, ട്രംബിക്. ആൻഡ് നമ്മുടെ അടുത്ത ആർട്ട് കിട്ടി. വാ, ഇത് ഒരു ബാസ്റ്റിയോഡോൺ കാർഡാണ്. നോട്ട് ബാഡ്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് SAR വലിച്ചാലും 2 പെട്ടിയുടെയും പൈസ നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഹിറ്റ് ചെയ്യാനുള്ള റേറിറ്റി ഇസ് സോ ഡാം ഹൈ ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. സത്യം പറയാലോ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ബട്ട് സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ്, ഡെലിബർഡ്, സിൻസീനോ അല്ല മിൻസീനോ, ഒരു മെറ്റാങ്, ഒരു ഗുമി ആൻഡ് ഒരു ക്രോബാറ്റ്. നേരത്തെ കിട്ടിയ അനൈലേപ്പ് തന്നെ. ഇതിൻ്റെ AR ആണ് എനിക്ക് വേണ്ടത് ഈ സെറ്റിൽ നിന്ന്. ഗോൾഡീൻ, ഒരു ചാക്കഡറ്റ്, സ്ലോപോക്ക് ആൻഡ് ഒരു ബ്രോൺസോങ്, പ്രിസം ടവർ. നേരത്തെ കണ്ട പ്രിസം ടവർ അല്ലായിരുന്നു കേട്ടോ, അത് വേറെ ഏതോ ടവർ ആയിരുന്നു. ഇതാണ് ആക്ച്വലി പ്രിസം ടവർ. ഒരു വൾപിക്സ്. ഇതെല്ലാം എക്സ്ട്രാസ് ആടാ. ഒരു നോട്ട് എക്സ്ട്രാ കിട്ടി, കൊള്ളാം. അത് ഡ്രഗേൽഗ് EX, വീണ്ടും നമ്മുടെ സെക്കൻഡ് EX ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഫ്രം കിയോസ് റൈസിംഗ്. ഒരു സീക്കിംഗ്, മാൻഡിബസ്, മാൻകി, ട്രോപ്പിയസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാർഡ് ഓഫ് ദ സെറ്റ് കേട്ടോ. ആൻഡ് ഒരു എമറോഗ്. ഇതിൻ്റെയും AR ആണ് നമ്മൾ നോക്കുന്നത്. 2ന്റെ AR വേണ്ടതിൻ്റെ നോർമൽ 2ഉം കിട്ടി. നോ. ഒക്ടിലറി, ട്രബിഷ്, ഒരു സ്ലിഗു ആൻഡ് മറ്റേ നെറ്റ്. നോ, ദിസ് ഇസ് ഡിപ്രസിംഗ്. എടാ എനിക്കൊരു SAR താ. നാട്ടുകാർക്കൊക്കെ SAR കൊടുക്കുന്നേ, എനിക്കൊരു SAR താ. അയ്യോ. ഒരു ഗുൻ, ഫിനിസൻ, ഫൊമാൻറ്റിസ്, പ്രൈമേപ്പ് ആൻഡ് ഒരു മാർഷാഡോ. നമ്മുടെ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പുതിയ കാർഡുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നുണ്ട്. ബട്ട് വീണ്ടും ഇതൊന്നും പൈസയ്ക്ക് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ പറയും. പക്ഷെ അന്നേരം കൊടുത്തെങ്കിലും തിരിച്ചു കിട്ടാനായിട്ട് ആഗ്രഹിക്കില്ല. ഞാൻ അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും വേണ്ട. കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും സിംഗിൾസ് മേടിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഫൺ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ടു ഹിറ്റ് ആണ് വേണ്ടെങ്കിൽ ഇങ്ങനെ മേടിക്കണം. ബുക്ക് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, ഇവിടെയും ഒരു സ്ലിഗു, ഒരു എസ്പർ, ഒരു വാച്ച് ഡോഗ് ആൻഡ് ഒരു മ്യോസ്റ്റിക്. ബാക്ക് ടു ഒരു സിസ്ലിപ്പീഡ്, വള്ളബി, ബ്രിയോണോ, തീവുൾ ആൻഡ് ബാനറ്റ്.
നേരത്തെ റിപ്പൻഷിപ്പ് പറഞ്ഞത് ഇതുപോലത്തെ ഓരോ പാക്ക് ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു സ്ലോട്ട് കൺഫേം ചെയ്യുന്നത്. 30 പാക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 30 പാക്കറ്റ് ആണ്. അപ്പോൾ എപ്പോഴത്തേക്കും പോലെ തന്നെ ഇതൊരു ഗാമ്പിൾ ആണ്. ഇറ്റ്സ് ലൈക്ക് ഒന്നെങ്കിൽ നിനക്ക് നല്ല സാധനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരു സാധനവും കിട്ടത്തില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ ആർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്ത പൈസ തിരിച്ചിട്ടും, ഇല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എല്ലാം ഒരു ഗെയിം ഓഫ് ചാൻസ് പോലെയാണ് എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. 9 Tails, Vulpix, ഒരു ഇമോൾഗ, ഒരു ഗോൾബാറ്റ് ആൻഡ് ഗർബഡോർ. കണ്ടോ, ചിലപ്പോൾ പാക്കുകൾ ഇതുപോലെ ആവാം, നമുക്കറിയത്തില്ല. മെലമാർ, ടിക്കിപെക്, ആന്റീക് ആർമർ ഫോസിൽ, ഒരു ഗ്രബിൻ, ഒരു റീട്രൈ ബാഡ്ജ്. ജാപ്പനീസ് പാക്കുകളെ ബാക്കിൽ നിന്ന് തുറക്കാനാണ് നല്ലത്. ഞാനത് പഠിച്ചു കേട്ടോ ആക്ച്വലി. ഒരു കെൽഡേയോ, ഒരു വിംപോഡ്, ഒരു ഫാംപി, സ്റ്റങ്കി ആൻഡ് ഒരു റോക്സീസ് പെർഫോമൻസ്. നമ്മുടെ ഹിറ്റുകളിൽ ആദ്യമേ കിട്ടി തീർന്നു. എനിക്കറിയത്തില്ല, ഇപ്പോൾ കുറേ നേരമായിട്ട് നമുക്ക് ഡ്രൈ പാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭ്രാന്താവുന്നു. നമുക്ക് നോർമൽ EX തന്നെ കുറേ എണ്ണം മിസ്സിംഗ് ആണ്. വീണ്ടും ഒരു മിറൈഡോൺ, ഒരു ബ്രോൺസോർ, ഒരു ട്രംബിക്, പുതിയ കാർഡ് ലിറ്റ്വിക്, ആൻഡ് മറ്റേ എനർജി ഹോളോ സാധനം. ഇത് സെറ്റ് കംപ്ലീഷൻ ആവശ്യമുള്ള സാധനമാണ്. പ്രിസം ടവർ അഗൈൻ, മെറ്റാങ്, റെമൊറൈഡ്, സ്ക്രൽപ്പ് ആൻഡ് ഒരു ഡിയോക്സിസ്, മാൻഡിബസ്, പപ്ലിയോ. വീണ്ടും പുതിയ കാർഡ് ടൈപ്പ് നൾ, ഒരു സ്ലോബ്രോ ആൻഡ് ഒരു ജെറൂഡ്. അങ്ങനെ കുറച്ച് യൂണീക് കാർഡുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാസ് വന്ന് തുടങ്ങിയിട്ടുണ്ടോ ഒരുവിധം തന്നെ നല്ല തോതിൽ. ജാപ്പനീസ് പാക്കുകളുണ്ടല്ലോ, ബാക്കിൽ നിന്ന് തുറക്കാനാണ് ഏറ്റവും എളുപ്പം. സത്യം പറയല്ലോ, ഞാൻ പഠിച്ച് ഐ ലേൺഡ്. ഇത്രയും പാക്ക് തുറന്നപ്പോൾ തന്നെ നമ്മൾ ദൈവമായി ഇതിൻ്റെ അകത്ത്. ഒരു ക്ലേഡോൾ, ഒരു ഫാൻറ്റം, ചെസ്പിൻ, ഫെനക്കിൻ ആൻഡ് ഒരു ഗൂഡ്ര. വീണ്ടും യൂണീക് കാർഡുകളുണ്ട്, ബട്ട് എക്സ്ട്രാസും ഉണ്ട്. ഐ എം നോട്ട് ദാറ്റ് ഹാപ്പി. ഇപ്പോഴത്തെ പാക്ക് ബാറ്റിൽ ആരാണ് കൂടുതൽ നിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. ഒരു ക്രൈഡോൺ, ക്രൈനിഡോസ്, ഒരു സ്ലോപോക്ക്, ഒരു ഗോൾഡീൻ ആൻഡ് ഫൈനലി കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെയും ഒരു AR കിട്ടിയടാ. ഇതേതാടാ? സിൽ വാലി. ഐ വിൽ ടേക്ക് ഇറ്റ്. കുറെ കാലമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം പിന്നെയും കണ്ടിട്ട്. നമ്മളെ ഫസ്റ്റ് കുറച്ച് പാക്കറ്റിന്റെ അകത്ത് കിട്ടിയതല്ലാണ്ട് പിന്നെ ഇത് കണ്ടിട്ട് കുറെ നാളായി. ഓ നോ, ഞാനൊന്ന് പ്യാടിച്ചിരിക്കുവായിരുന്നു, ഒന്നും കിട്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. ദൈവമേ, പകുതിയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അയ്യോ, പക്ഷേ നമ്മൾ പൈസക്ക് വേണ്ടി പോക്കിമോൺ ചെയ്യരുത്, നമ്മൾ അതിന്റെ ഫണ്ണിന് വേണ്ടി ചെയ്യണം, അറിയോ? ഫണ്ണിന് വേണ്ടി. മെറ്റാങ്, ഒരു കാർണിവൈൻ, മിൻസീനോ, ഒരു ഫ്ലാപ്പി ആൻഡ് നമ്മുടെ നോർമൽ ഗ്രനിഞ്ച EX കിട്ടി. ഇത് നമുക്ക് ആവശ്യമുള്ളൊരു EX കാർഡാണ്. ദാറ്റ് ലുക്സ് കൂൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇതൊരു ഫണ്ണിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ ലക്ഷപ്രഭുവൊക്കെ ആവണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പള്ളിപ്പറമ്പ് കാർഡ്, ഫോസിൽ എക്സ്കവേഷൻ സൈറ്റ്, ആന്റിക് സ്കൾ ഫോസിൽ, ലാംപെൻഡ്, ചാർക്കഡറ്റ് ആൻഡ് നമ്മുടെ അടുത്ത AR കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ ഡാർക്ക് ബെല്ലല്ലേ, ഇതിന്റെ നോർമൽ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. വേറെ നല്ല കാര്യം എന്താ അറിയാം, ഓരോ പാക്ക് നമ്മൾ ഒന്ന് ഫ്രണ്ടിലോട്ട് പോകും തോറും ഞാൻ ഓരോരോ പോക്കിമോന്റെ പേരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാർഡ് കാണുമ്പോഴേ നമുക്ക് നോക്കാണ്ട് തന്നെ പോക്കിമോന്റെ പേരൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പറഞ്ഞ ട്രെയിനർ ARs നോക്കിക്കഴിഞ്ഞുണ്ടല്ലോ, ഈ ഒരു അബിസ് അതിന്റെ അകത്ത് ആ മിസ്റ്റി സ്പിരിറ്റ് എന്ന് പറഞ്ഞ കാർഡിന്റെ ARന് ഒരുവിധം നല്ല വാല്യൂ ഉണ്ട് കേട്ടോ. അത് കിട്ടിയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ നമുക്ക് ഗ്ലാഡിയോൺ ഷോ ഡൗൺ ആയിരുന്നു കിട്ടിയത്. സ്റ്റാർട്ടിങ് ഓഫ് ഒരു ഗൂഡ്ര, ഒരു ഗൂമി, സുബാറ്റ്, ബെൽറ്റോയ് ആൻഡ് ആംഫറസിന്റെ AR കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് മേടിച്ചാലോ എന്ന് ആലോചിച്ചായിരുന്നു. പക്ഷേ ഐ തോട്ട് മേ ബി നോട്ട്, വിൽ ജസ്റ്റ് ഗെറ്റ് ജാപ്പനീസ്. തീരാറായപ്പോൾ നമ്മളെ പാക്കറ്റുകൾക്ക് ജീവൻ വെച്ച് തുടങ്ങിയടാ. പാക്ക് ബാറ്റിൽ അല്ല, ആക്ച്വലി ബോക്സ് ബാറ്റിൽ ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ്. സോ എന്താ പറയുക, ബോംബ്, ടെറിഫിക് ബോംബ്. ട്രോപ്പിയസ് നമ്മുടെ ഫസ്റ്റ് കാർഡ്, നിക്കിറ്റ്, വെൽമർ, ട്യൂക്കനോൺ നമ്മുടെ പുതിയ കാർഡാണ്, കിട്ടിയിട്ടില്ല ഇതുവരെ ഐ ഗെസ്. ഗൊലിസോപോഡ്. ഓക്കെ, സുബാറ്റ്, വാച്ച് ഡോഗ്, വീഡിൽ ആൻഡ് ഒരു ആദ്യം അല്ലേ ഇത് ആണ്, അത് തന്നെ അത് തന്നെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നോട്ട് ബാഡ്, ഗുഡ്, യൂണീക്ക്. ഒരു മലാമാർ, ഫിനിസിൻ, ബോംബർഡിയർ, മാബോസ്റ്റിഫ് ആൻഡ് അടുത്തൊരു ഹോളോ. ഇതിന്റെ അല്ലേ നമുക്ക് മറ്റേ AR കിട്ടിയത്. EXകളാണ് കേട്ടോ 2 സെറ്റിന്റെ അകത്ത് നമുക്ക് മിസ്സിങ്. കോമൺസ് ഒരുവിധം എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു. EXകളും ഐ തിങ്ക് ഹോളോസും ആണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. കോമൺസ് എല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. റെഡ് കാർഡ് അർജന്റീന. ഓക്കെ, ട്രബഷ്, ആംപി, ഫ്രോഗഡിയർ ആൻഡ് ഒരു സിൻസീനോ EX. ഇതായിരുന്നു എനിക്ക് ഫസ്റ്റ് കിയോസ് റൈസിംഗിൽ നിന്ന് കിട്ടിയ EX കേട്ടോ. വീണ്ടും ഞാൻ സിംഗിൾസ് മേടിച്ചാണ്, ബാക്ക് ഓർന്നല്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് EX കാർഡ് ഇൻ കിയോസ് റൈസിംഗ് ഇൻ ഇംഗ്ലീഷ് സെറ്റിൽ ഈ സിൻസീനോ EX ആയിരുന്നു. ഹീട്രാൻ, ഗ്രബിൻ, ലിറ്റ്വിക്, പ്രൈമേപ്പ്, വിഷമം സങ്കടം,
ടോറസ്, ഒരു സ്റ്റങ്കി, മറ്റേ മറീപ്പോ അതല്ലേ, ഫ്രോക്കി ആൻഡ് മറ്റേ എനർജി ഹോളോ. ഇത് സെക്കൻഡ് ലാസ്റ്റ് കാർഡാണ് ഫ്രം ദ സെറ്റ് 82 of 83. ഓ നോ, അവസാനത്തെ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് ഒരു 5-6 പാക്ക് വെച്ചിട്ടേ ബാക്കിയുള്ളൂ കേട്ടോ. എൻ്റെ ഗോൾഡ് ഗ്രെനിഞ്ചും ഡാർക്ക് റൈയും ഇതിൻ്റെ അകത്ത് എവിടെ ഒളിച്ചിരിപ്പണമെന്ന് എനിക്കറിയാം, പക്ഷെ വരുന്നില്ല, എന്താണെന്നറിയില്ല. താങ്ക്ഫുള്ളി അടുത്തൊരു യൂണീക്ക് കാർഡ്, പാലഫിൻ, സ്കാർമറി, ബ്രിയോൺ, ഇൻകേ ആൻഡ് മറ്റേ റീട്രൈ ബാഡ്ജ്, ഐഷ്, ഡിയോക്സിസ്, ഡോൺഫൺ, പംകബു, ബ്രേക്സിൻ ആൻഡ് ട്രെവനന്റ്. വീണ്ടും നമുക്ക് ഹോളോ ഇത് കിട്ടിയിട്ടില്ല, അത് യൂണീക്ക് കാർഡ് സെറ്റിലേക്ക് ഹെൽപ്പ് ചെയ്യും. വീണ്ടും ഒരു ഗ്വിൻ, വെൽമർ, ലിറ്റ്വിക്, ട്രംബിക് ആൻഡ് അടുത്തൊരു EX. ദിസ് വൺ ഈസ് ലുറാൻറ്റസ് EX. ഓ ബ്യൂട്ടിഫുൾ കാർഡ്, ഐ കൊള്ളാം. ഒരു സ്കങ്ക് ടാങ്ക്, ഒരു ഫാൻറ്റം, റബിഷ്, റൊഗഡിയർ ആൻഡ് റെഡ് കാർഡ്. പെട്ടിയുടെ അടിഭാഗം കണ്ടു. ഒരു മാനട്രിക്, അത് ആദ്യമായിട്ടല്ലേ കിട്ടുന്നത് ആണെന്ന് തോന്നുന്നു. ഡ്രിൽബർ, ടൈറ്റ്നൾ, വീണ്ടും മാബോസ്റ്റിഫ് ആൻഡ് മറ്റേ ഗ്ലാഡിയോൺസ് ഷോഡൗണിൻ്റെ നോർമൽ കാർഡ്. ഇതിൻ്റെ AR ആയിരുന്നു നമുക്ക് ആദ്യം കിട്ടിയത്. 2 സെറ്റിൻ്റെ അകത്തും 2 പാക്ക് വീതമാണ് ബാക്കിയുള്ളൂ കേട്ടോ. ഇനി എൻ്റെ അമ്മേ, നമുക്കിത് രണ്ടും ഒരുമിച്ച് തുറക്കാം. ലാസ്റ്റ് പാക്ക് മാജിക്. ഇതിൻ്റെ AR വേണോ എനിക്ക്. മിസ്റ്റി, ഡ്രിൽബർ, മാസ്റ്റിഫ്, സെന്റിസ്കോർച്ച്, കൊറൈഡോൺ, ഇത് മറ്റേ ഗ്രണ്ട്, പിക്കിപെക്ക്. നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഗ്രാസ് കാർഡ്. തീർന്നടാ. എനിക്ക് നിഞ്ച സ്പിന്നറിലൊരു വിശ്വാസമുണ്ട്. പ്ലീസ് എനിക്കൊരു SAR. ഞാൻ അധികം ഒന്നും ചോദിക്കുന്നില്ല, ഒരു SAR. അവലുഗ്, പാട്രാറ്റ്, ഫെറോസീഡ്, മറ്റേ ലിറ്റിലേയോ, മറ്റേ തീ എനർജി. ഇതും വൺ ഓഫ് ദ ലാസ്റ്റ് കാർഡ്സ് ആണ്. 81 ആണ് ഇത്. AC മറ്റേ ട്രാങ്ക്വിലിറ്റി, ചെസ്പിൻ, ബിൽഡം. ടോട്ടല് നമുക്ക് 2 ബോക്സിൽ നിന്ന് കിട്ടിയ ഹിറ്റുകൾ കാണിച്ചു തരാം. ഇത് അബിസൈൻ്റെ അകത്താണ്. ഇതെല്ലാം നമ്മുടെ ഫുൾ ആർട്ട് കാർഡുകൾ ആയിരുന്നു. ആൻഡ് ദെൻ ദീസ് ആർ ദ 3 EX, അല്ല ആക്ച്വലി 4 EXs നമുക്ക് കിട്ടിയ. ഇത് 4 EX കിട്ടി. 4 EXും 3, 4, 5, 6 ഫുൾ ആർട്ടുകളും. ദാറ്റ്സ് നോട്ട് ബാഡ്, ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷെ ഭയങ്കര വില. ഓൺ ദി അതർ സൈഡ് നിഞ്ച സ്പിന്നറിൻ്റെ അകത്ത് നമുക്ക് 1, 2, 3, 4 EXs ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഫുൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ദി ആംഫറസ് ആൻഡ് നമ്മുടെ ചേസ് ആയിരുന്ന ഫ്രോക്കി, ദി എനർജി റിട്രീവൽ ആൻഡ് ഒരു ഗോഡ് ചൈസ്ഡ് EX. ഈ 4 കാർഡുകളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് അഗൈൻ പേഴ്സണൽ ഫേവറേറ്റ്. അപ്പോൾ ഏത് പാക്ക് വിൻ ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് താഴെ കമൻറ്റിൽ അടിക്കാൻ മറക്കരുത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റിപ്പൻഷിപ്പ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പാക്ക് ഓപ്പണിങ്ങിൽ കാണുന്നവരത്തേക്കും